വീട്ടുകാർക്ക് ഈ പെൺകുട്ടിയിൽ വളരെ പ്രതീക്ഷയായിരുന്നു ഇവൾ. കാരണം അവരുടെ എല്ലാ സ്വപ്നങ്ങളും ഇവളുടെ തോളിലായിരുന്നു. സാധാരണ ഒരു കുടുംബം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ കുട്ടികളും പ്രതീക്ഷിക്കുന്ന പോലെ ഇന്ത്യക്ക് പുറത്ത് പോയി ഒരു ജോലി ചെയ്യുക, അവിടെ സ്ഥിരം താമസമാക്കുക, എന്നിട്ട് വീട്ടുകാരെ സഹായിക്കുക. അതിനുള്ള ഒരു ആദ്യപടി എന്നോണം സംഭവിക്കുന്നത് ഒരു പഠന സംബന്ധമായ വിസ സംഘടിപ്പിക്കുക, അതിനുള്ള മുതൽ മുടക്കുക, സാമ്പത്തികമായിട്ട് ലോൺ എടുത്തോ അല്ലെങ്കിൽ സഹായങ്ങളോ തേടിയോ അങ്ങനെ ജോലിക്ക് പോകുക. അത് തന്നെയായിരുന്നു ഇവളുടെയും ലക്ഷ്യം. അങ്ങനെ ഒരു പഠന സംബന്ധമായ ഒരു വിസ ശരിയായി അങ്ങനെ എബ്രോഡ് ജോലിക്ക് ശ്രമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടേക്ക് പഠിക്കാനായിട്ട് പോയി. പഠനം പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ ഒരു ജോലി ഏതാണ്ട് റെഡി ആയതുപോലെയൊക്കെയാണ്. അങ്ങനെ ജീവിതം ഏതാണ്ട് മെച്ചപ്പെട്ടു വരുന്നു എന്ന രീതിയിലാണ് ഇവളുടെ ജീവിത സാഹചര്യം ഇപ്പോഴത്തെ. പക്ഷേ ഈ ഒരു സാഹചര്യം വളരെ ഒരു സംഘർഷങ്ങളുള്ള അല്ലെങ്കിൽ വളരെ പ്രതിസന്ധികളുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പായിട്ടും ആരുടെയെങ്കിലൊക്കെ സഹായം ഇവൾ പ്രതീക്ഷിക്കുള്ളൂ. അങ്ങനെ ഇവളുടെ ജീവിത സാഹചര്യത്തിൽ ഇവളെ സഹായിച്ചത് ഇന്ത്യക്ക് പുറത്താണ്. വീട്ടിലുള്ളതുപോലെ സഹായിക്കാനില്ല, വീട്ടുകാർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഇവളുടെ പഠനം ആരംഭിച്ച സമയത്ത്, ഇവളുടെ ചില പ്രശ്നങ്ങളുടെ സമയത്ത് ഇവളെ ഒരു സുഹൃത്തിനെ പോലെ സഹായിക്കാൻ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അപ്പം വാസ്തവത്തിൽ ഒരു വലങ്കൈ എന്ന് വെച്ചാൽ ഇവൾ എന്തിനും ആശ്രയിക്കാൻ പറ്റുന്നൊരു വ്യക്തിയായിട്ട് ഈ ചെറുപ്പക്കാരൻ കൂടെ ഉണ്ടായിരുന്നു. പഠനം പൂർത്തിയാകുന്നതോടുകൂടെ ജോലിക്ക് ഇവൾ പ്രവേശിക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് അല്പം സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തു തുടങ്ങി. വീട്ടുകാർക്കാണെങ്കിൽ വലിയ സമാധാനം എന്ന് വെച്ചാൽ കടങ്ങളൊക്കെ വീടി തുടങ്ങി, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോഴാണ് ഇവൾ ഈ ചെറുപ്പക്കാരനുമായിട്ട് ഒരു വലിയ സ്നേഹബന്ധം എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്ക് മാറുകയാണ്. എന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, ഒരുമിച്ച് ഒരേ രാജ്യത്ത് താമസിക്കുന്നു. തീർച്ചയായിട്ടും വലിയ ആത്മബന്ധം ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരനും ഇവളോടും നല്ല സ്നേഹം, ഇവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരോട് ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഒരു അഭ്യർത്ഥനയുമായിട്ട് ഈ ചെറുപ്പക്കാരൻ ഇവളുടെ വീട്ടുകാരെ സമീപിക്കുകയാണ്. വീട്ടുകാർക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ഇവളുടെ ജീവിതത്തെ ഓർത്ത് ഇവളുടെ കുടുംബം സഹായിക്കും, ഇവളുടെ കുടുംബത്തെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവളും ഈ ചെറുപ്പക്കാരൻ ഉള്ള ആഗ്രഹം ഇവൾക്കും ഉണ്ടെന്ന് പറയുന്ന വീട്ടുകാരുടെ അടുത്ത്. അങ്ങനെ അധികം വൈകാതെ തന്നെ വിവാഹം കഴിക്കാം എന്ന തീരുമാനത്തിലാവുകയാണ്. വീട്ടുകാർ സമ്മതിച്ചു, വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനമായി. പക്ഷെ വിവാഹം കഴിക്കാമെന്ന തീരുമാനമായി ഇപ്പം ഏതാണ്ട് എന്ന് വെച്ചാൽ അധികം വൈകാതെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാകും എന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരു നിയമപരമായോ സഭാപരമായോ ഒരു വിവാഹം നടന്നിട്ടില്ല. വിവാഹം നടത്തുമെന്ന് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ചു, ഒരു തീരുമാനമായി. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വിവാഹം നടക്കുമെന്നുള്ള തീരുമാനത്തിലാണ്. ഏറ്റവും അടുത്ത ദിവസമെങ്കിൽ അടുത്തൊരു വരവോടുകൂടി വിവാഹം നടക്കുമെന്നുള്ള തീരുമാനത്തിലാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ഇപ്പം നാട്ടിൽ നിന്ന് പോയതിന് ശേഷം അവിടെ ആയിരിക്കുമ്പം സാമ്പത്തികമായ ചില ഇടപെടലുകൾ വീട്ടുകാരെ സഹായിക്കാൻ നടത്തുമ്പോഴും ഇവളെടുക്കുന്ന ചില തീരുമാനങ്ങളുടെ കാര്യത്തിൽ ഇവനോട് ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ് പല തവണയായിട്ട് ഇവർ തമ്മിൽ തർക്കങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. വിവാഹം കഴിച്ചിട്ടില്ല, എന്നാൽ വിവാഹത്തിനുള്ള ഏറ്റവും അടുത്ത ഒരു മനസ്സമ്മതമോ ഒരു രജിസ്റ്റർ മാരേജോ ഒരു സഭാപരമായ വിവാഹം ഒന്നും നടന്നിട്ടില്ല. പക്ഷെങ്കിൽ പോലും ചില അവകാശങ്ങൾ ഇവൻ പറയാൻ തുടങ്ങി, നിർബന്ധങ്ങൾ പറയാൻ തുടങ്ങി. നീ എന്നോട് പറഞ്ഞില്ലല്ലോ ചില കാര്യങ്ങൾ, എന്ത് എന്നോട് പറയാതിരുന്നു? വീട്ടുകാരോട് നടത്തിയ ചില തീരുമാനങ്ങൾ, വീട്ടുകാർക്ക് പൈസ കൊടുക്കാൻ ആഗ്രഹിച്ച ചില തീരുമാനങ്ങൾ, ചില സഹായങ്ങൾ എന്തേ എന്നോട് പറഞ്ഞില്ല? ഇവൻ കൃത്യമായിട്ട് ഇവളുടെ തീരുമാനങ്ങൾ ഇടപെടാൻ തുടങ്ങി. ഇവൻ ഇടപെടുന്നത് കാണുമ്പം ഇവളുടെ വീട്ടുകാർക്ക് അത്ര നല്ല താല്പര്യമല്ല ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ അത് ശരിയാവില്ല എന്ന് പറയാൻ തുടങ്ങിയപ്പം വീട്ടുകാരെതിർക്കാൻ തുടങ്ങി. ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയോട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? വാസ്തവത്തിൽ വീട്ടുകാർക്കാണെങ്കിൽ അതിനേക്കാളേറെ ആകുലതയായി. കാരണം വിവാഹം നടന്നിട്ടില്ല, വിവാഹം കഴിക്കാൻ ഏതാണ്ട് തയ്യാറായി പോകുന്നു. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നത്തിലേക്ക് ഇവർ വരുന്നത്. തീർച്ചയായിട്ടും ഇവൾക്കും ഒരു അസ്വസ്ഥതയായി. കാരണം ഇത്രയേറെ എൻ്റെ വ്യക്തിജീവിതത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിലും ഇവൻ എന്തിനു മാത്രം അമിതമായിട്ട് ഇടപെടുന്നത് പോലെ അവൾക്ക് തോന്നി. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും വഴക്കാണ്. ഇവർ താമസിക്കുന്ന ഒരുമിച്ചൊന്നുമല്ല.
പക്ഷേ ഇവർ ചില തീരുമാനങ്ങൾ എടുക്കുമ്പം പെട്ടെന്ന് അറിയുന്നില്ല, നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല. അപ്പം ഇതൊക്കെ സമയം വൈകുന്നു എന്ന് ഇവൻ്റെ പരാതികളായി തുടങ്ങി. ഇവൻ ആ പരാതിക്ക് ഇപ്പം ഇത്രയേറെ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള കാരണം ഇവൻ പറയുന്നത് ഒരുപക്ഷെ നമ്മൾ അകലങ്ങളിൽ താമസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. എന്ന് വെച്ചാൽ നീ താമസിക്കുന്ന സ്ഥലം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അകലെയാണല്ലോ. എന്നാൽ ഇവർ സാധിക്കുന്ന ദിവസങ്ങളിൽ കണ്ടുമുട്ടാൻ ശ്രമിക്കുന്നു, സംസാരിക്കുന്നു, ഫോണിൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു. ഇപ്പം ഇവൻ്റെ നിർബന്ധമെന്ന് വെച്ചാൽ ഒരുമിച്ച് താമസിക്കാം, നമുക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ല, പക്ഷേ എങ്കിലും ഒരുമിച്ച് താമസിക്കണം. ഒരുമിച്ച് താമസിക്കുക മാത്രമല്ല, ചില സമയങ്ങളിലൊക്കെ ഇവൻ്റെ പെരുമാറ്റത്തിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ജീവിത ശൈലികളിലേക്ക് മാറുന്നത് പോലെ അവൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. എന്തിന് ഒരു ശാരീരിക ബന്ധം പോലും നിർബന്ധമാണെന്ന് ഇവൻ പറയാൻ തുടങ്ങി. കാരണം എങ്കിലും എനിക്കൊരു ഉറപ്പുള്ളൂ, നീ എന്നെ വിവാഹം കഴിക്കും, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുള്ളൂ എന്ന രീതിയിലാകാൻ തുടങ്ങി. ഇവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. തീരുമാനങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ഒരുപക്ഷെ പതിവിൽ കൂടുതൽ ദേഷ്യപ്പെടാൻ തുടങ്ങി ഇവൻ. അതിനേക്കാൾ ഏറെ ചിലപ്പോഴേക്ക് ഇവൾ അസ്വസ്ഥപ്പെടുന്നത് ഒരുപക്ഷെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ശാരീരിക ബന്ധമുണ്ടാകണമെന്ന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള സ്വഭാവ പെരുമാറ്റങ്ങൾ, അതിന് നിർബന്ധിക്കുന്ന ജീവിത ശീലങ്ങളിലേക്കും ശൈലികളിലേക്കും പ്രവേശിക്കാൻ തുടങ്ങി. അമിതമായ സമയങ്ങളിൽ ഇവൻ അമിതമായിട്ട് സമയം ഇവളുടെ കൂടെ ചെലവഴിക്കുന്നു, ഒരുമിച്ച് താമസിക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷെ അതിനോടൊക്കെ എന്തുമാത്രം ഇവൾ നിരുത്സാഹപ്പെടുന്നു, എതിർക്കുന്നുവോ അതൊക്കെ അവൻ വല്ലാതെ ദേഷ്യപ്പെടുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ ഇവളിപ്പം ഒരു തീരുമാനത്തിലെത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ ബന്ധം മുന്നോട്ട് പോകണ്ട എന്നൊരവസ്ഥയിലാക്കി. ഇത്തരത്തിൽ ഇവൻ ഒരു അമിതമായിട്ട് ജീവിതത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. വിവാഹത്തിന് മുമ്പ് ഒരു ശാരീരിക ബന്ധം നിർബന്ധിക്കുന്നു. ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ നമ്മൾ ജീവിക്കാം, എന്തായാലും നമ്മൾ കല്യാണം കഴിക്കാനുള്ളവരല്ലേ എന്ന് നിർബന്ധിക്കാൻ തുടങ്ങുന്നു. അപ്പം അതിനൊരു കാരണം പറയും, നമ്മൾ എന്തായാലും നാട്ടിലല്ല, ഇപ്പം അല്ലാത്തൊരു സ്ഥലത്തല്ലേ, നമ്മളിങ്ങനെ നടന്നാൽ ആരാണ് അത്രയും ശ്രദ്ധിക്കാൻ പോകുന്നത്, ഇത് നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയാൻ തുടങ്ങുന്നു. പക്ഷേ ഇതിനോടൊന്നും ഈ പെൺകുട്ടിക്ക് യോജിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ അവൾ തീരുമാനിക്കുന്നു, ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല. കാരണം ഇത്രയ്ക്കും ഒരു നല്ല ഒരു ധാർമ്മികതയില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയോട് കൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ ഇനിയും ചിലപ്പോൾ പക്ഷേ ഒരുപാട് വിട്ടുവീഴ്ചകൾ ഞാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവളുടെ ഉള്ളിൽ ഒരു അമിതമായിട്ടൊരു ആകുലതയുണ്ട്, ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ലെന്ന്. ഈ ഒരു തീരുമാനം എടുക്കാനുള്ള സംഘർഷത്തിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ. വാസ്തവത്തിൽ ഈ ഒരു സംഭവം കേൾക്കുമ്പം ഈ ഒരു സാഹചര്യം പലപ്പോഴും നമ്മുടെ സമൂഹങ്ങളിൽ ഇപ്പം വർദ്ധിച്ചു വരുന്നത് പോലെ നമുക്ക് തോന്നാം. എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ജോലി സാധ്യതകളെ തേടി പഠനത്തിൻ്റെ പേരിൽ പുറത്തേക്ക് ജോലിക്കായിട്ട് പോകുന്നു. അവരായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര കണ്ട് സുരക്ഷിതമായ സാഹചര്യങ്ങളൊന്നുമല്ല. എന്ന് വെച്ചാൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പുറത്ത് ജോലിക്ക് പോകുന്നു, എന്നാൽ ഇന്ത്യക്ക് പുറത്ത് ജോലിക്ക് പോകുന്നു, ഒരു പുതിയ സ്ഥലം, പുതിയ പഠന സാധ്യതകൾ, സാഹചര്യങ്ങൾ, സ്വാതന്ത്ര്യം, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഉറപ്പായിട്ടും അതിൻ്റേതായ മാനസികമായ സംഘർഷങ്ങൾ ഒരു വ്യക്തിക്ക് എന്ന രീതിയിൽ അവർക്കുണ്ട്. അതുപോലെ തന്നെ പ്രായത്തിൻ്റേതായ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാം, അല്ലേ? ഒരു വ്യക്തി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ചെറുപ്പമാകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു ചെറുപ്പക്കാരനോട് ഉറപ്പായിട്ടും ഒരു ആഗ്രഹവും അടുപ്പമൊക്കെ തോന്നാം. പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ, ഒരു സെൻറ്റിമെൻ്റൽ ഒരു സ്നേഹവും ആ സമയത്ത് കൂടാം. കാരണം തൻ്റെ ഏറ്റവും പ്രതിസന്ധിയുടെ സമയത്ത് സഹായിക്കുന്ന ഒരു വ്യക്തിയോട് കാണുന്ന ഒരു അടുപ്പം അത് വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഞാനത് പറഞ്ഞത് ഒരിക്കലും ഇപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന എല്ലാവരെയും ഭയപ്പെടുത്താനൊന്നുമല്ല. പക്ഷേ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. ആ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ളൊരു ഒരു മാനസിക ബലം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാകാം ഈ പെൺകുട്ടിയെ ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് നിർബന്ധിച്ചത്. അല്ലാതെ ഒരു സ്വാഭാവികമായിട്ടൊരു സ്നേഹമോ അടുപ്പമോ അല്ലാതിരിക്കാം. ഈ ഒരു സാഹചര്യങ്ങൾ ആണ് ഈ വ്യക്തിയെ ഈ സ്നേഹബന്ധത്തിൽ അടുപ്പിച്ചതെങ്കിൽ ഒരു പക്ഷേ വേറൊരു വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ സ്നേഹം കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളുടെ ചൂഷണങ്ങൾ സ്നേഹബന്ധത്തെ വളർത്തുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടി വളർന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ സാധാരണ ജീവിതത്തിൻ്റെ ഒരു സാഹചര്യമാണ്. സാധാരണക്കാരായ മാതാപിതാക്കൾ, അവർ പഠിപ്പിച്ച ധാർമ്മികത, അവർ വളർന്ന ഒരു സാധാരണ നാട്യംപുറത്തിൻ്റെ ജീവിതശൈലി. ഉറപ്പായിട്ടും ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം താൻ വളർന്ന സാഹചര്യം താൻ ഇപ്പോൾ വളരുന്ന സാഹചര്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ
ഒരു പരിധി വിട്ട് തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പം ഒരു ആത്മസംഘർഷമുണ്ട്. കാരണം എൻ്റെ മാതാപിതാക്കൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത്. അപ്പോൾ അവരെ എനിക്ക് സഹായിക്കേണ്ട കടമയുണ്ട്, അവരെ ഞാൻ പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട സഹായങ്ങളും അവർക്ക് കൊടുക്കേണ്ട കടമകളും ഒക്കെ കൃത്യമായിട്ട് കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട് താനും. അപ്പം വീട്ടുകാരോടുള്ള സ്നേഹവും അടുപ്പും ഉറപ്പായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ഇവൻ അറിയാതെ തന്നെ അവൾ തീരുമാനങ്ങൾ എടുക്കുന്നു, വീട്ടുകാരെ സഹായിക്കുന്നു. കാരണം അത് അവൾക്ക് വീട്ടുകാരോടുള്ള അടുപ്പമാണ്. പക്ഷെ മറുവശത്ത് ഇത്തരത്തിലുള്ളൊരു സ്നേഹബന്ധം വളരുമ്പോൾ ആ സ്നേഹബന്ധത്തെ വേണ്ട രീതിയിൽ ആരോഗ്യപരമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരനാണ് കൂടെയുള്ളതെങ്കിൽ പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ മറച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, അത്രമാത്രം കടപ്പാട് ഈ വ്യക്തിയോടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ പറയണമെന്നില്ല. എന്ന് വെച്ചാൽ തൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും തൻ്റെ സമ്പത്തിൻ്റെ കുറവിൻ്റെ പേരിൽ, തൻ്റെ വീട്ടുകാരുടെ സാമ്പത്തിക കുറവിൻ്റെ പേരിൽ ആരും തന്നെ തരം താഴ്ത്തരുത് എന്നൊരു ചിന്തയും ആ പെൺകുട്ടിയിലുണ്ടാകാം. അപ്പം ഇതാണ് ആ കുട്ടിയെ ഇപ്പോൾ ഉള്ള ഒരു ആത്മസംഘർഷത്തിലേക്ക് വളർത്താനിടയായത്. എന്ന് വെച്ചാൽ സ്നേഹബന്ധമുള്ളപ്പോൾ പോലും തൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യബോധത്തെക്കുറിച്ച് ഓർക്കാൻ ആ പെൺകുട്ടിക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഇതിനെങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പം ഈ വിവാഹ ജീവിതത്തിലേക്ക് പോകണ്ട. കാരണം വിവാഹത്തിന് മുൻപ് ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും നിർബന്ധിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ചുള്ള അവളുടെ ധാരണ എന്ന് പറയുന്നത്, ഇതിനു വേണ്ടിയാണോ ഇദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊരു ചിന്ത പോലുമായി. എൻ്റെ മാനസികാവസ്ഥയോ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളോ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ചെറുപ്പക്കാരനാണോ അദ്ദേഹത്തെയാണോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നൊരു ആകുലത പോലും ഈ വ്യക്തിക്കുണ്ടായി. വാസ്തവത്തിൽ അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്രയേറെ ഒരു ആത്മസംഘർഷം അനുഭവിക്കാനിടയായത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ. പക്ഷേ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം സ്വാതന്ത്ര്യമുള്ള ജീവിതത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, പഠിക്കാൻ പോകുന്ന സാഹചര്യത്തെ എങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ധാർമ്മികതയും ചേർത്ത് വെച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ആകുലത ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എൻ്റെ ജീവിത സാഹചര്യം എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് പോകുന്നത്, പഠിക്കാൻ പോകുന്നത് എന്ന ഒരു വ്യക്തത ആവശ്യമുണ്ട്. ഇനി ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും ആ സ്ഥലത്തുണ്ടാകാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ആരോഗ്യപരമായി തരണം ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കേണ്ട ഒരു ചിന്ത, ഒരു നിർബന്ധമായൊരു ഒരു പ്ലാനിങ് കൃത്യമായിട്ട് നടക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇപ്പോൾ നേരിടുന്ന ഈ പ്രതിസന്ധികളെ ഏറ്റവും നല്ല രീതിയിൽ അതിജീവിക്കാൻ പറ്റൂ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെ, ഒരു വ്യത്യസ്തമായ രാജ്യത്ത് താമസിക്കാൻ പോകുന്നു, ഒരു പഠനത്തിനാണ് പോകുന്നത്, പഠനം കഴിഞ്ഞാൽ ഒരു ജോലിയിൽ പ്രവേശിക്കണം, ജീവിതത്തെ മെച്ചപ്പെടുത്തണം എന്നൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാനസികമായ ഒരുക്കം എല്ലാ കുട്ടികളും നടത്തേണ്ടത് ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ തനിക്ക് കിട്ടാൻ പോകുന്ന സാഹചര്യം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഇപ്പോൾ തന്നെ ആരംഭിക്കണം എന്നുള്ളതല്ല. എന്നുവെച്ചാൽ ചില പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ പ്രതിസന്ധികളെ ആരോഗ്യമുള്ള മനസ്സോടെ അതിജീവിക്കാനുള്ള ഒരു ഒരുക്കം, മാനസികമായ ഒരുക്കം എല്ലാ കുട്ടികൾക്കും ആവശ്യമുണ്ട് എന്നുള്ള നിർബന്ധമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ എല്ലാ ചെറുപ്പക്കാരും ഇതുപോലെ തന്നെ ജോലിക്കോ പഠനത്തിനോ ആയിട്ട് പോകുമ്പോൾ, പഠനം കഴിഞ്ഞൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പം അവരാഗ്രഹിക്കുന്നത് അവരുടെ കുടുംബത്തെ സഹായിക്കണം, ഇവരുടെ വ്യക്തിജീവിതത്തെ സുരക്ഷിതമാക്കണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ സുരക്ഷിതമാക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉപയോഗിക്കാം, അതിനനുസരിച്ച് തൻ്റെ സുരക്ഷിതമായ ജീവിതത്തെ കൂടി കാണണമെന്നുള്ളതാണ് നിർബന്ധം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്നേഹബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും നമ്മൾ കാണേണ്ട രീതികളുണ്ട്. എന്ന് വെച്ചാൽ ഇത് ശരിയാണ്, ഞാനൊരു ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നു, എൻ്റെ വീട്ടുകാരെൻ്റെ കൂടെയില്ല, എനിക്ക് പരിചയമുള്ള ചില ആളുകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ചിലപ്പോഴൊക്കെ ഏറ്റവും അധികം സഹായം കിട്ടുന്ന ചില സൗഹൃദങ്ങളുണ്ടാകാം. പക്ഷേ ആ സൗഹൃദങ്ങളെ ആരോഗ്യപരമായ രീതിയിൽ മനസ്സിലാക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നതാണ്. ആരെ എവിടെ വരെ നിർത്തണം, എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിർവരമ്പുകൾ എന്ന് നിശ്ചയിക്കേണ്ടത് ആവശ്യമുണ്ട്.
അല്ലെങ്കിൽ തന്നെ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് കൃത്യമായിട്ട് ചില നമ്മുടേതായ ചില ആഗ്രഹങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. എൻ്റെ ജീവിതത്തെ ഒന്ന് ബലപ്പെടുത്തി എൻ്റെ വീട്ടുകാരുടെ ജീവിതത്തെ ഒന്നും കൂടി ബലപ്പെടുത്തിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വ്യക്തമായ ചില നിലപാടുകൾ പറയാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ അമിതമായിട്ട് മറ്റുള്ളവരിൽ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായതെങ്കിൽ ചിലപ്പോൾ ചില ചെറുപ്പക്കാർ പറയാൻ സാധ്യത, എന്തേ നീ ഇത് മുൻകൂട്ടി പറഞ്ഞില്ല? ഞാൻ നിന്നോട് സ്നേഹത്തിലായപ്പോൾ നീ എന്നോട് പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹിതരാകണം, ഒരുമിച്ച് ജീവിക്കണം, അതൊക്കെയാണ് നീ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് നീ ഇത് പറഞ്ഞില്ല? ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടേ, അല്ലെങ്കിൽ ഇത്ര നാൾ എനിക്ക് വേണമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും കുറേയും കൂടിയൊക്കെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്നോ ഇതുവരെ പറയാതെ പോയി എന്നുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം കൃത്യമായിട്ട് പറയാനുള്ളത്, ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ബന്ധമാണെങ്കിൽ കൃത്യമായ നമ്മുടെ ഒരു പദ്ധതി പറയേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതാണ്, ഞാനിതാണ്, എൻ്റെ വീട്ടുകാരിങ്ങനെയാണ്, അപ്പം ഞാൻ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു റിക്വസ്റ്റ് വീട്ടുകാരുടെ അടുത്തേക്ക് എത്തുമ്പം, വിവാഹ ജീവിതത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ ഇവളെ വിളിക്കുമ്പം അതിന് തയ്യാറാണെന്ന് കരുതിയിട്ടാണ് വീട്ടുകാരി അവളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഈ വിവാഹത്തിന് അവർ സമ്മതിച്ചത്. അപ്പം അതുകൊണ്ട് ഒന്നുകൂടി വ്യക്തമായ ഒരു ആലോചന നടത്തി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിവാഹ ജീവിതത്തിലേക്ക് എടുക്കണമോ എന്ന് വളരെ കൃത്യമായിട്ട് ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു ഇമോഷണൽ ഹൈജാക്ക് നടക്കരുത്. എന്ന് വെച്ചാൽ വൈകാരികമായിട്ട് നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയും. ഒരു പക്ഷേ ജോലിക്കോ പഠനത്തിനോ ആയി അവിടെ താമസിക്കുന്ന സമയത്ത്, നമ്മൾ കടന്നു പോകുന്ന മാനസികമായ സംഘർഷങ്ങളുടെ സമയത്ത് നമുക്ക് സഹായം തരുന്നൊരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ എന്നും സഹായിക്കുക എന്ന് പറയാൻ നമുക്ക് ഉറപ്പില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശക്തമായ തീരുമാനങ്ങളാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് ചിന്തിക്കാൻ കഴിയുന്നൊരു സമയത്ത് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. അങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പം ആ തീരുമാനം അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി സ്നേഹബന്ധത്തിലാകാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയണം, എൻ്റെ ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊരു ജീവിതമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തത ഉറപ്പായിട്ടും തീരുമാനങ്ങളിലും ഓർമ്മപ്പെടുത്തലുകളിലും ഉണ്ടാകണമെന്നുള്ളതാണ് ഒരു അഭിപ്രായം. കാരണം ഈ പെൺകുട്ടിയുടെ അഭിപ്രായമായിരിക്കും മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യതയുള്ളത് ഇത്തരത്തിൽ. കാരണം അവരെ ആശ്രയിച്ചാണല്ലോ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടി ഉറപ്പായിട്ടും മാതാപിതാക്കളുടെ മനസ്സിനെ ഒന്ന് അറിഞ്ഞേണ്ടത് ആവശ്യമുണ്ട്. അറിഞ്ഞിട്ട് വേണം ആ ജീവിതത്തെ ഒന്ന് കൃത്യമായ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ. മൂന്നാമതായിട്ട് കൃത്യമായിട്ട് ചിലപ്പോൾ പറയാനായിട്ട് നമ്മുടെ ധാർമ്മികതയെ, വിശ്വാസത്തെ കൃത്യമായിട്ട് അറിയിക്കാനുള്ള കടമയുണ്ട്. ഒരു പക്ഷേ ഒരു ശാരീരിക ബന്ധത്തിനോ ഒരുമിച്ച് താമസിക്കാനോ ശ്രമിക്കുമ്പം ഉറപ്പായിട്ടും നമ്മുടെ വിശ്വാസവും ജീവിതവും അത് അനുവദനിക്കുന്നതല്ല എന്ന ഒരു വ്യക്തമായ തീരുമാനം അറിയിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ പേരിൽ നടത്തുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയില്ലേ, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പം ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ പോലും അതൊരു വലിയ ധൈര്യമായ തീരുമാനമായിട്ടും ഒരു ഉറച്ച തീരുമാനമായിട്ടും എടുക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു മാനിപ്പുലേഷനോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്ലോയിറ്റേഷനോ നടക്കരുത് ജീവിതത്തിൽ. എന്ന് വെച്ചാൽ നമ്മുടെ ബോധ്യങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആത്മീയതയെയും തള്ളി മാറ്റിയിട്ടുള്ള ഒരു ജീവിതമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അതിൻ്റെ കുറ്റബോധത്തിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോഴൊക്കെ ചില പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ, ഇങ്ങനെ ഞാൻ വിവാഹത്തിലേക്ക് സമ്മതിച്ചത് വിവാഹത്തിന് മുമ്പ് ഇങ്ങനൊരു ശാരീരിക ബന്ധം നടന്നതുകൊണ്ടാണെന്ന് പറയുന്ന പോലും സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുമ്പം അതിനെ വളരെ നല്ലതായിട്ട് തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലിവിങ് ടുഗദർ ഒരു ട്രെൻഡ്, ഒരു കൾച്ചർ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വിവാഹ ജീവിതവും വിവാഹത്തിന് മുൻപുള്ള ജീവിതവും വളരെ വ്യത്യാസമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, പ്രേമിച്ച് നടക്കുന്നൊരു കാലം പോലെയല്ല വിവാഹത്തിന് ശേഷമുള്ള കാലം. അത് വളരെ വ്യത്യാസമാണ്. കാരണം കുടുംബജീവിതത്തിൻ്റേതായ സമർപ്പണവും ജീവിതവും ഒക്കെ ഒരു പ്രേമബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ സമയത്തുണ്ടാകുന്ന ബന്ധത്തിനേക്കാൾ ശക്തമാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്കതിന് മുമ്പ് ആരോഗ്യപരമായൊരു ജീവിതം ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനെയൊക്കെ ആ രീതിയിലൊന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ഒരുപാട് അപകടങ്ങളിലേക്ക് ചാടാനുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളതാണ് ഒരു രീതി. അപ്പം അതുകൊണ്ട്
തീർച്ചയായിട്ടും ഈ ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് താമസിക്കാനുള്ള ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതും വളരെ നല്ലതായിരിക്കും എന്നാണ് ചിന്തിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പെൺകുട്ടി എടുത്ത തീരുമാനം, ഇപ്പോൾ എടുത്ത തീരുമാനം ഒരു വ്യക്തമായി ഈ ചെറുപ്പക്കാരനെ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. എന്നിട്ട് ഒരു തീരുമാനത്തിലെത്താനുള്ള, ഒരുമിച്ചെടുക്കാനുള്ള തീരുമാനത്തെ ഒരു വളരെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള തീരുമാനങ്ങളെ ഒരുമിച്ച് ആലോചിച്ച് വീട്ടുകാരും അറിയിച്ച് നല്ല തീരുമാനങ്ങളിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്.